ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളീ കാണുന്നത് ഒരു കല്യാണത്തിൻ്റെ സെറ്റാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് കല്യാണത്തിന് പോയപ്പോൾ എടുത്തിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ പിന്നെ ഇത് ഒരു അങ്ങനെ പറയുന്നതിനെ കൊണ്ട് എന്താ കൊണ്ടുവന്നറിയില്ല. എന്നാലും ഞാൻ പറയുന്നത് ബംഗാളി ആണ് അവർ, ഈ കല്യാണത്തിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇവരുടെ അയൽവക്കാന്ന്. അപ്പോൾ അങ്ങനെ ഇവരെ കല്യാണത്തിന് വിളിച്ചിട്ട് പോകുന്നത്. നമ്മളെ അയൽവക്കത്ത് നിന്നെല്ലാം നമ്മളെ കല്യാണത്തിന് വിളിക്കൂലേ. അപ്പോൾ അവരെ പണ്ടേ ഉള്ള അവരെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ അവർ കല്യാണത്തിന് പോയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ആ സെറ്റിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നു പറഞ്ഞപ്പോൾ അങ്ങനെ അയച്ചു തന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ടീച്ചറാണ്, അവരുടെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ അവരെ അമ്മയൊക്കെ ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്തിരുന്നതാണ്, ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അവർ വീടൊക്കെ എടുത്ത് ഇവിടെ തന്നെ സെറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം, ഇപ്പോഴെല്ലാ പണിക്കും ബംഗാളികളാണ്. ബംഗാളി എന്ന് പറയുമ്പം ഒരു എന്തോ കുറച്ച് എന്താ പറയുക, അവരത്ര വലിയൊരു നല്ല രീതിയിലല്ല അവരെ പറ്റി പറയുന്നത്. ബംഗാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മോശം ആൾക്കാർ എന്നുള്ളൊരു സംഭവം. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ വന്ന സമയത്തെ കാണുന്ന മിക്ക ബംഗാളികളും നല്ല എന്നാന്ന് ഹൈഫൈ എന്ന് പറയില്ലേ നമ്മൾ, അത്രയും നല്ല ആൾക്കാരുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന ജീവിതം നയിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അത് നമ്മളെ നാട്ടിലും എല്ലാ ജാതിയിലും മതത്തിലും എല്ലാം പെട്ടവരും നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരും, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരിലല്ലേ. നമ്മൾ പക്ഷേങ്കിൽ ഒരു പേര് തന്നെ നമ്മളെ നാട്ടിൽ ബംഗാളി. എന്നാണ് ഇപ്പം മലയാളീനെ പണിക്കൊന്നും കിട്ടുന്നില്ല, ഇപ്പം ബംഗാളികളല്ലേ പണിയെടുക്കുന്നത്. ഒരു പണിക്ക് വരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് ഞാൻ കാണുന്നു. പക്ഷേ നിങ്ങൾ ശരിക്കുള്ള ബംഗാളികളെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. അവർ ശരിക്ക് ലക്ഷപ്രഭുക്കളല്ല, കോടീശ്വരന്മാർ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ അവരെ പുച്ഛത്തോടെ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാട്ടിലെ ആൾക്കാർ ഗൾഫിൽ പോയി പണിയെടുക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ബംഗാളികൾ നമ്മളെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത്. ഇവർക്ക് ഇവിടെ ഇഷ്ടംപോലെ കൃഷിസ്ഥലങ്ങളും അവരെ കൂടപ്പിറപ്പുകൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മക്കല്ല നല്ല നല്ല ബിസിനസ്സുകൾ അങ്ങനെയുള്ളവർ തന്നെ നമ്മൾ ഗൾഫിൽ പോകുന്നില്ല, അതുപോലെ അവർ നമ്മളെ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ നിന്ന് എത്ര ആൾക്കാർ മേസ്തിരി പണിക്കും അങ്ങനെ ഇങ്ങനെ വീടിൻ്റെ പണിയെടുക്കുന്ന അങ്ങനെയുള്ള ടൈൽസിൻ്റെ പണി അതൊക്കെ ആയിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നില്ല, അങ്ങനത്തെ പണിയെടുത്തിട്ട് തന്നെ ജോലി ചെയ്യുന്നില്ല. അതുപോലെ അവർ ഇവിടുന്ന് വന്ന് ജോലി ചെയ്യുന്നതേ ഇല്ലൂ. അതിലും കുറേ നമ്മളേലും കുറേ ആൾക്കാരില്ലേ ഇങ്ങനെ പേര് കളയുന്ന ആൾക്കാർ, അതുപോലെ ഇവരേലും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ ഇങ്ങനെ പറയുന്നവരിലൊന്ന് കാണട്ടെ, ഇവർ ഇങ്ങനെ കോടീശ്വരന്മാർ ബംഗാളീൻ്റെ ഒരു കല്യാണത്തിൻ്റെ സെറ്റാണ് ഇത്. സെറ്റ് ഇട്ടതാണ്. ഈ സെറ്റ് ഇടണ്ടിക്ക് തന്നെ എനിക്കൊന്ന് ലക്ഷങ്ങൾ വേണ്ടി വരും അത്രക്ക്. നമുക്കിതിപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കല്യാണം പോലെ ഇല്ലേ. പക്ഷേങ്കിൽ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്താൻ ഇത്രയും പൈസ ചിലവാവില്ല. എന്താ വെച്ചാൽ ഓൾറെഡി ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ സെറ്റ് ഇട്ടതാണ്. അതന്നെ എൻ്റെ ഫ്രണ്ടിന് എടുക്കാവുന്ന പരമാവധി എടുത്തിന് വീഡിയോ. അപ്പോൾ ഞാനിത് കുറേയായി ഇടണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഇത്രയും ഉദ്ദേശം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയിലുള്ളവരായാലും ഏത് പൊസിഷനിലുള്ളവരായാലും എല്ലാവർക്കും നമ്മൾ ആ ഒരു ഒറ്റക്കണ്ണിൽ അവരെ കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരേ രീതിയിൽ എല്ലാത്തിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ മലയാളികളും ബംഗാളികളും ഒരുപാട് സാമ്യമുണ്ട് കേട്ടോ. നമ്മൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല നല്ലോണം മുടിയില്ലവരാണ് മലയാളികൾ, എനിക്കൊന്നും അതുപോലെയാണ്. സാരിപ്രിയരാണ്, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ബംഗാളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു നിറവില്ലാത്തവർ, ഏറ്റവും കൂടുതൽ നിറവുള്ളവർ ബംഗാളികളാണെന്ന് ഞാൻ പറയും. പഞ്ചാബികളാണ് സാധാരണ നമ്മൾ നിറമുണ്ട് എന്ന് പറയുമെങ്കിലും
ശരിക്കും ഇവിടെയെല്ലാം ജ്വല്ലറിയൊക്കെ ഉള്ളവരുണ്ടാവില്ലേ അത് അപ്പോൾ അവിടെയൊക്കെ അവരെ ഭാര്യമാർ ഇരുന്നിട്ട് കാണുമ്പോൾ ശരിക്ക് നമ്മൾ ഈ മഹാലക്ഷ്മീൻ്റെ കലണ്ടറിലെ ഒരു രൂപമില്ലേ വെളുത്തിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ വെണ്ണക്കൽ പ്രതിമ പോലെ അങ്ങനെ പറയുമ്പോൾ അതുപോലെ അത് നല്ല ഭംഗിയില്ലേ പിന്നെ ബംഗാളി സ്ത്രീകളെ കാണാൻ പറ്റും നമുക്ക്. എന്തൊരു സൗന്ദര്യമെന്നറിയാം അവർക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു.